Hello guys, welcome back to our channel Sports Brothers. സ്വാഗതം. ഇനി നമ്മൾ പെറ്റ്സിന്റെ ഗെയിം പ്ലേ ഗൈഡ് വീഡിയോ ആണ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. പെറ്റ്സിന്റെ സ്കിൻസ് ഒക്കെ ആദ്യം കാണിക്കാം. ഫസ്റ്റ് തന്നെ പെറ്റ്സി, പിന്നെ സ്കിന്ന് പവർ പെറ്റ്സിയാണ്. അതിലെനിക്ക് 2 എണ്ണമാണ് ഉള്ളത്. അതെ, ലെവൽ 10 കിട്ടിയ സ്കിന്നും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ചു തെറിപ്പിക്കണം. കഴിച്ചട്ടി അത് തന്നെ പെറ്റ്സിന്റെ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ, പെറ്റ്സിന്റെ ആക്റ്റീവിലൂടെ പെറ്റ്സി ഒരു മരം വിടും. ആ മരം മേലേന്ന് താഴെക്കിട്ടാല് എനിമീസിന്റെ നമുക്ക് അടിക്കാൻ പറ്റും. എനിമീസിനെ അടി നമ്മളെ കൊള്ളൂല. കൂടാതെ പാസിന്ന് വെച്ചാല് നമുക്ക് ആ മരം തിന്ന് ഹെൽത്ത് ആക്കാൻ പറ്റും, കൂട്ടാൻ പറ്റും. ഹെൽത്ത് ഇപ്പൊ ഇല്ലെങ്കിൽ അത് തിന്നാൻ പറ്റും. അതിന്റെ അടുത്ത് പോയി നിന്നാല് അതേപോലെ ഹെൽത്ത് അടിക്കാൻ പറ്റും. പിന്നെ പ്രൈമലി പോകുമ്പോ ഈ മരത്തിന് ഒരു ഷീൽഡ് ഉണ്ടാവും, ഷീൽഡ് ചുറ്റും ഉണ്ടാവും. അന്നേരം ഈ എനിമീസ് ആയിട്ടെങ്കിലും നമ്മൾ അതുപോലെ മരത്തിനടിക്കുമ്പോൾ അവർക്ക് കിട്ടും. ആടി അവർക്ക് തന്നെ കൊള്ളും. ഇതാണ് പ്രൈമലാണ്. വെപ്പൺസ് ബോ, ആരോ, ബോംബ്, ക്ലസ്റ്റർ ബോംബ്, പിന്നെ സ്പിയർ, ഫോക്കസ് ഷോട്ടാണ്. ഏടെ വേണമെങ്കിലും ആൾക്കാരിങ്ങനെ മേലെ കൂടെ വിടാൻ പറ്റും. പെറ്റ്സി 6ാമത്തെ ലീഗ് തൊട്ടാണ് അവൈലബിൾ ആവുന്നത്. വേറൊന്നും ഇങ്ങനെ പെറ്റ്സിനെ പറ്റി പറയാനില്ല. പിന്നെ പെറ്റ്സി പറയുമ്പോ ഒരു കിടിലൻ ക്യാരക്ടറും കൂടിയാണ്. ലാസ്റ്റ് തീയെല്ലാം വരുന്ന സമയത്ത് പെറ്റ്സിക്ക് നല്ല അഡ്വാൻറ്റേജ് എല്ലാം ഉണ്ടാവുന്ന ഒരു ക്യാരക്ടറാണ്. ഈ പ്രത്യേകിച്ച് ഈ മാപ്പില് ലാസ്റ്റ് തീ വരുമ്പോ ഒരു സ്റ്റാച്ചു നടക്കുന്നുണ്ടാകുമ്പോ അതിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ കഴിയില്ല. നേരെ ബെറ്റ്സിക്ക് പക്ഷെ അതിന്റെ മേലെ കൂടെ 2 അപ്പം വിട്ട് അടിക്കാൻ പറ്റും. പിന്നെ ബെറ്റ്സി ഇങ്ങനെ മരം വെട്ടിയെടുക്കുമ്പോ ആരും നമ്മൾ അടിക്കാൻ കഴിയത്തില്ല. 4 മരം എല്ലാം മാക്സിമം വെക്കാൻ പറ്റും. ബെറ്റ്സിന്റെ എല്ലാം പവേഴ്സ് എല്ലാം. ബെറ്റ്സി അത്ര റയറൊന്നുമല്ല, എന്നാലും കുറച്ച് റയറാണ്. അതൊക്കെ തന്നെ പെറ്റ്സി നമുക്ക് കുറെ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ആദ്യ മാച്ച് ജയിക്കാൻ പറ്റിയില്ല. 2ാമത്തെ മാച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ ബെറ്റ്സിക്ക് ഇപ്പം ഇവിടെ സെൽഫ് ഉണ്ട്, അതുകൊണ്ടാണ് ആദ്യം എത്തുന്നത്. ഇപ്പൊ ഈ കളിയിൽ വേറെ 2 ബെറ്റ്സി ഉണ്ട്, 2 യാറ. അതെ, പിന്നെ എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ കൂടിയാണ് ബെറ്റ്സി. ലാസ്റ്റ് സോണിലെല്ലാം ആകുമ്പോൾ മരം വെച്ച് കഴിഞ്ഞ് പാമ്പും വെള്ളെല്ലാം ഇട്ട് കഴിഞ്ഞാല് ഒപ്പോണന്റ് വരുന്ന എനിമിക്ക് നല്ല ടഫായിരിക്കും. ബെറ്റ്സിയൊക്കെ ഒന്നേരം ജയിക്കുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നമ്മുടെ വീഡിയോയിലെല്ലാം വീഡിയോയിലെല്ലാം അടിയിലത്തെ കമന്റ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. താങ്ക് യു ബ്രോ സപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ ഇനി വേറെ ഏത് ക്യാരക്ടറിന്റെ ഗൈഡ് വേണമെന്ന് പറഞ്ഞാൽ മതി, ചെയ്യാവുന്ന. പിന്നെ നമ്മളെ എഫ്സിന്റെ ബേറ്റ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, പക്ഷെ കോപ്പിറൈറ്റ് മൂലം അത് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. അതുപോലെ സുബൈന്റെ ചാലഞ്ചിന്റെ വീഡിയോയും എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്, വൈകാതെ തന്നെ. കുറച്ച് വെയിറ്റ് ചെയ്യാം. മരം ഇട്ടതിനാല് ഒപ്പോണൻസ് നല്ല ടഫായിരിക്കും. അതാണ് പ്രൈമറിന്റെ ഇത്. ഇവനോട് പ്രൈമറി ഇപ്പൊ ഇല്ല, കിട്ടിയിട്ടില്ല. അപ്പുറത്തിലെ ബെറ്റ്സിക്ക് പ്രൈമറി കിട്ടിയിട്ടുണ്ട്, അതാണ് ആ ഷീൽഡ് കാണുന്നത് മരത്തിൽ. പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. ട്രോഫി കണ്ടെന്ന് ക്യാരക്ടർ കിട്ടിയിരുന്നു. അതെ ഗൈസ്, സെൽഫ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ
ബാറ്റിൽ പാസ് എങ്ങനെ ഫ്രീ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞുതരാം. സുമാന്റെ വീഡിയോയിൽ കണ്ടിട്ടാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞുതരാം. നമ്മൾ ആക്കിയിട്ടുണ്ട് ഫ്രീ ആയിട്ട്. ഒരിക്കൽ പറ്റത്തുള്ളൂ. നമ്മ രണ്ടാളും ഒരിക്കൽ ആക്കി. ഞാനതില് അതിന്നാണ് ബ്ലാക്ക് റേറ്റ് കിട്ടുന്ന അവിടം വരെ ആക്കി. അതിന്നാണ് ലൂയിനെ കിട്ടിയത്. അങ്ങനെ ആ ബ്ലാക്ക് റേറ്റ് ലൂയിന് ഇപ്പൊ ലാസ്റ്റ് സോളിലെത്തി. പക്ഷെ തീയൊന്നും അധികം ഇലയിന്റെ ഈ കളി കാരണം തോക്കേണ്ടി വന്നു. ലാസ്റ്റ് സോൺ ആയതുകൊണ്ട് നല്ലോണം അടി ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും കൊടുക്കാൻ പറ്റും നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ജയിച്ചത് 2ാം സ്ഥാനം കിട്ടിയത്. കിട്ടി. ഈ വീഡിയോ അത്രയല്ലോ, ഇതെല്ലാം തടുപ്പിക്കുന്നില്ല. ഇതുപോലത്തെ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് എഫ്സിന്റെ വീഡിയോസ് ഇനി വരുന്നതാണ്. മറ്റുള്ള ഗെയിംസിന്റെ വീഡിയോസ് ഒക്കെ വരുന്നതാണ്. ഇപ്പോഴത്തെ ഞാൻ ഡൗൺലോഡ് കണ്ട ഗൈസ്, റോക്കി, അതാണ് എൻ്റെ പേര്. എന്തുകൊണ്ടാണ് റോക്കി എന്ന് ചോദിക്കരുത്. റോക്കി എന്ന് ക്യാരക്ടറില്ലേ, റോക്കി ബൈ, അതുകൊണ്ടാണ് റോക്കി എന്നിട്ട്. ബൈ. എൻ്റെ ഫേവറേറ്റ് കാർട്ടൂൺ